KSEB ബില്ല് ഗൂഗിൾ പേ, ഫോൺ പേ, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് എങ്ങനെ അടയ്ക്കാൻ നോക്കാം. ഗൂഗിളിൽ KSEB ബില്ലിന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ KSEB ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ വരും. അതിൽ ക്വിക്ക് പേ സെലക്ട് ചെയ്യുക. ക്വിക്ക് പേ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യുക. താഴെ KSEBയിൽ കൊടുത്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. താഴെ കാണുന്ന ക്യാപ്ച അടിക്കുക. ഈ കോഡ് ഇതേപോലെ തന്നെ എൻ്റർ ചെയ്യണേ. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കും. ഇപ്പം നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ താഴെ വരുന്നതാണ്. ഇത്ര എമൗണ്ടാണ് നമ്മൾ അടയ്ക്കാനുള്ളത്. പിന്നെ നമുക്ക് ഇമെയിൽ ID വേണമെങ്കിൽ കൊടുക്കാം. മൊബൈൽ നമ്പർ ഇവിടെ നേരത്തെ എൻ്റർ ചെയ്തതാണ്. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്, UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നീ ഓപ്ഷനുകളാണ് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ആകുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് വഴി പേ ചെയ്യുമ്പോൾ അവരുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുമ്പോൾ ചാർജസ് ഇല്ല. മറ്റ് ബാങ്കുകളാകുമ്പോൾ നമുക്ക് 4 രൂപയും GSTയും വരും. ഇപ്പോൾ ഈ SBI, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാം. SBI വഴി പേ ചെയ്യുമ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, SBIയോ നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് പേ നൗ കൊടുക്കണം. പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പണായി വരും. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ യൂസർ നെയിം പാസ്വേഡുമാണ് ഇവിടെ അടിക്കേണ്ടത്, എൻ്റർ ചെയ്യേണ്ടത്. യൂസർ നെയിം പാസ്വേഡും ഈ ക്യാപ്ചയും ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ മൊബൈലിൽ വരുന്ന OTP ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങൾ ബാങ്കിൽ കൊടുത്ത നമ്പറിലാണ് OTP വരിക. OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ. അത് കഴിഞ്ഞ് KSEBയുടെ സൈറ്റിലേക്ക് തന്നെ പോകുന്നതാണ്. ഇവിടെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്യാനും സേവ് ചെയ്യാനും എല്ലാം പറ്റും. ഇത്രയേ ഉള്ളൂ. മൊബൈൽ ഉപയോഗിച്ച് പേ ചെയ്യാം.